ഹായ് എവരിവൺ. നെറ്റ് പരീക്ഷ കഴിഞ്ഞു. കുറേ പേര് സങ്കടത്തിലും കുറേ പേര് വലിയ എക്സ്പെക്ടേഷനോടുമൊക്കെയാണ് കാത്തിരിക്കുന്നത്. പേപ്പർ 1-ന്റെ ആൻസർ കീ ഐപ്ലസിന്റെ സൈഡിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. ഉടനെ തന്നെ ടെൻറ്റേറ്റീവ് ആൻസർ കീ ഒഫീഷ്യലായിട്ട് പേപ്പർ 1-ന്റെയും 2-ന്റെയും NTA തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. എങ്കിലും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ഈ ഒരു സ്കോർ കാർഡ് നമ്മുടെ ഒരു ആൻസർ കീ എത്തിക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ കട്ട് ഓഫ് എവിടെയായിരിക്കും, നമുക്ക് ഏകദേശം എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കമൻറ്റുകളാണ് കിട്ടിയത്. പലയിടത്തും 9 തൊട്ട് 9:30 വരെ OMR ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ അനുവദിക്കുന്നതിന് പകരം 9:30-ക്ക് ശേഷമാണ് രജിസ്റ്റർ നമ്പരും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡും ഒക്കെ എഴുതാനുള്ള മാർക്ക് ചെയ്യാനുള്ള സമയം നൽകിയതെന്ന് കേൾക്കുന്നുണ്ട്. 10-15 മിനിറ്റ് വിദ്യാർത്ഥികളുടെ ഒരു 30 മാർക്ക് സ്കോർ ചെയ്യാനുള്ള സമയമാണ് നഷ്ടമായി പോയിട്ടുള്ളത്. എന്ത് പറയാനാ, ഏത് ഫോർമാറ്റിൽ പരീക്ഷ നടന്നാലും ചുരുക്കം ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു പാഠം. കാര്യം CBT നടത്തുമ്പോൾ എല്ലാവരുടെയും പരാതിയായിരുന്നു പരീക്ഷ ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല, ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, ഇത് വേണ്ടാന്ന്. പക്ഷെ ഇപ്പോൾ OMR ആയപ്പോൾ ബബിൾ ചെയ്യാൻ സമയം പോകുന്നു, അങ്ങനെയുള്ള കുറേ പരിമിതികൾ പറയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ പരീക്ഷ നടത്തിയാലും ലിമിറ്റേഷൻസും പരിമിതികളും ഉണ്ടാവും. നമ്മുടെ ലോക്കസ് ഓഫ് കൺട്രോള് ഇന്റേണലായിട്ട് നമുക്കിതിനെ ഫേസ് ചെയ്യാൻ എന്ത് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കൽ മാത്രമാണ് ഇതിനെ അതിജീവിക്കാനുള്ള വഴി. അതുപോലെ തന്നെ റിസൾട്ട് ഒരുപാട് ലേറ്റ് ആകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോടും പറയാനുള്ളത്, നമ്മുടെ ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷ അടക്കം OMR രീതിയിൽ 10-20 ലക്ഷം പേര് എഴുതിയതിന് പോലും റിസൾട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഈ PhD അഡ്മിഷൻ അടക്കം പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ 10 ലക്ഷത്തിൽ താഴെ 11 ലക്ഷം പേര് അപ്ലൈ ചെയ്യുകയും 9 ലക്ഷത്തി സംതിങ് 81% പേരാ പരീക്ഷ അറ്റൻഡ് ചെയ്ത്. അപ്പോൾ 10 ലക്ഷത്തിൽ താഴെ മാത്രം വിദ്യാർത്ഥികൾ എഴുതുകയും ചെയ്ത ഈ പരീക്ഷയുടെ റിസൾട്ടും നമുക്കൊരു ഏകദേശം ഒരു മന്ത് കാലയളവിനുള്ളിൽ പ്രതീക്ഷിക്കാം. PhD അഡ്മിഷൻ അടക്കം ഉള്ളത് കൊണ്ട് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്കും ഈ ആൻസർ കീ ഇവിടെ കാണുന്ന പോലെ ഷിഫ്റ്റ് 1-ന്റെയും ഷിഫ്റ്റ് 2-ന്റെയും ഡോക്യുമെന്റുകളായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതിയിട്ടില്ലാത്തവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം കിട്ടാൻ പാകത്തിനാണ് നമ്മൾ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു നീണ്ട ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ട് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നില്ല. നമുക്കിവിടെ ഈ പേപ്പർ 1-നോടൊപ്പം തന്നെ 2 ഷിഫ്റ്റിന്റെയും ചോദ്യങ്ങൾ വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഷിഫ്റ്റ് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ഷിഫ്റ്റ് ചോദ്യ പേപ്പറും നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 ഷിഫ്റ്റിന്റെയും ആൻസർ കീ സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ട് ചോദ്യങ്ങൾ അടക്കം. കാര്യം പല സീരീസുകളായിട്ട് ആ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങളുടെ ചോദ്യ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്ത് സ്കോറുകൾ അറിയിക്കാം. നമ്മുടെ ഓഫ്ലൈൻ കോഴ്സ് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ ഒരു സ്കോറിംഗ് പാറ്റേൺ വെച്ച് ആദ്യ ഷിഫ്റ്റിൽ ഒരു 60+ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു റേഞ്ചിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഷിഫ്റ്റ് 2-ൽ അതിൽ നിന്ന് കുറച്ചൊരു കുറവ്, പേപ്പർ 1 കുറച്ചൊരു ഷിഫ്റ്റ് 1-നേക്കാളും ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ള ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. നിങ്ങളുടെ സ്കോറുകളും പോസിബിൾ ആണെങ്കിൽ ചെക്ക് ചെയ്ത ശേഷം കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റുള്ളവർക്കും കമ്പയർ ചെയ്തൊരു റേഞ്ച് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തവണത്തെ പരീക്ഷയും താരതമ്യേന എളുപ്പമായിരുന്നെങ്കിൽ പോലും അസേർഷൻ റീസൺ അല്ലെങ്കിൽ കുറെ ലോജിക്കും ചിന്താശേഷിയൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇയറുകളും ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അപ്പോൾ പരീക്ഷ കുറച്ച് എളുപ്പമായെങ്കിൽ പോലും സ്കോർ ചെയ്യാൻ അത്രത്തോളം എളുപ്പമായിരുന്നു ഷിഫ്റ്റ് 2 ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. സബ്ജക്റ്റുകളുടെ വേരിയേഷൻ ഉണ്ട്. അതുപോലെ ഈ OMR മാർക്ക് ചെയ്യുന്നതിന്റെ കുറെ സെക്കൻഡുകൾ ഡിലേ വരുന്നു. മറ്റേത് നമുക്കൊരു ഉത്തരം കിട്ടിയ ഒരു ക്ലിക്ക് ചെയ്യാൻ 1 സെക്കൻഡ് മതിയെങ്കിൽ ഇത് ബബിൾ ചെയ്യാനായി കുറച്ചധികം സെക്കൻഡുകൾ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു എന്നുള്ള കാര്യമൊക്കെ പരിഗണിക്കുമ്പോൾ മോർ ഓർ ലെസ്. അതോടൊപ്പം തന്നെ ഈ പരീക്ഷ നോമേറ്റീവ് എക്സാം, പരീക്ഷ എഴുതുന്ന എല്ലാവരുടെയും പെർഫോമൻസ് അനുസരിച്ച് കട്ട് ഓഫ് മുകളിലേക്കോ താഴേക്കോ പോകാം. അതോടൊപ്പം തന്നെ പല കാറ്റഗറി അനുസരിച്ച് EWS, ജനറൽ, OBC, SC, ST, PWD അങ്ങനത്തെ കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ വേരിയേഷൻ ഉണ്ടാവും. എങ്കിൽ പോലും കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫിൽ നിന്ന് വലിയൊരു വേരിയേഷൻ നെറ്റിനോ JRFനോ വരാൻ സാധ്യതയില്ലെന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് പ്രഡിക്ഷൻ മാത്രമാണ്. ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ട് ആ ഒരു റേഞ്ച് പറഞ്ഞു എന്ന് മാത്രം. സാധാരണഗതിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള സ്കോർ റേഞ്ച് ജനറൽ കാറ്റഗറിയുടെയാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിൽ നിന്ന് കുറച്ച് ശതമാനം താഴേക്കായിരിക്കും OBCയുടെയും SC STയുടെയും ഒക്കെ ആ ഒരു എല്ലാ വർഷത്തെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് കാണാനായിട്ട് പറ്റും. ഡിസംബർ 2023 കട്ട് ഓഫ് NTA UGC നെറ്റ് ഡിസംബർ 2023 കട്ട് ഓഫ് എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കോറിനെ കണക്ട് ചെയ്ത് ചിന്തിക്കാനായിട്ടും പറ്റും.
അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു 50-60% റേഞ്ചിനുള്ളിലായിരിക്കും നെറ്റിൻ്റെ കട്ട് ഓഫ്. ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 55-65 അല്ലെങ്കിൽ ഒരു 60-70 റേഞ്ച് JRFനായിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി മൂന്നാമതൊരു കാറ്റഗറി കൂടെ ഇപ്രാവശ്യം ഉണ്ട്. അതൊരു 40% റേഞ്ചിലേക്കായിരിക്കും വരാൻ സാധ്യത എന്നുള്ളതാണ് നമ്മളുടെ പ്രഡിക്ഷൻ. അത് ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു കാറ്റഗറി ആയതുകൊണ്ട് തന്നെ അത്ര അക്യുറേറ്റ് ആയിട്ട് പറയാനാവില്ല. നിങ്ങൾക്കൊരു റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബോൾ പാർക്ക് ഫിഗർ കിട്ടാൻ വേണ്ടി ഒരു റേഞ്ച് പറഞ്ഞു എന്ന് മാത്രം. 40-50 റേഞ്ചിലുള്ളവർക്ക് PhD അഡ്മിഷൻ, 50-60 അത് കുറച്ച് പെർസെൻറ്റേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊമേഴ്സ് ആണോ ഇംഗ്ലീഷ് ആണോ അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കുട്ടികൾ മാത്രമുള്ള പെർഫോമിംഗ് ആർട്സോ ഡോങ്ക്രിയോ ചൈനീസോ ഒക്കെ ആണെന്നനുസരിച്ച് അത് വലിയ മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും പോപ്പുലർ സബ്ജക്റ്റുകൾ 10,000 കുട്ടികളെങ്കിലും എഴുതുന്ന സബ്ജക്റ്റുകളിൽ ഈ ഒരു റേഞ്ച് ആയിരിക്കും 40-50, 50-60, 60-70. ബ്രോഡായിട്ട് പറയുകയാണ്. നിങ്ങളുടെ സ്കോർ കമ്പ്യൂട്ട് ചെയ്ത് അത് നോക്കാം. അതോടൊപ്പം തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും ടൈം മാനേജ്മെന്റ് ഒരുപാട് പേർക്ക് ഇഷ്യൂ വന്നു. അതിന്റെ ഇമ്പോർട്ടൻസും വിളിച്ചു പറയുന്ന ഒരു പരീക്ഷ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഓഫ്ലൈൻ ആണെങ്കിലും ലൈവ് ആണെങ്കിലും റെക്കോർഡ് ക്ലാസ് മോഡിലാണെങ്കിലും ഏറ്റവും ഇഫക്റ്റീവായിട്ട് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് I+ന്റെ ടീമിനോടൊപ്പം പഠിക്കാം. കോൺടാക്ട് നമ്പറുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് ട്രയൽ ക്ലാസ്സുകൾ കാണുകയും ഫ്രീ ആയിട്ട് അനേക റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് അടുത്ത എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ I+നോടൊപ്പം ജോയിൻ ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ ഇനിയിപ്പോൾ 1, 2, 3 ദിവസത്തെ ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങൾ വീണ്ടും പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. റിസൾട്ട് വന്ന് പാസ്സാകുന്നവരെയാണ് നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. കാര്യം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും മറന്നു പോകാനായിട്ട് തുടങ്ങും. റിസൾട്ട് വരാൻ വേണ്ടിയുള്ള കുറേ ആഴ്ചകൾ 4, 5, 6 ആഴ്ചകളിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തുടക്കം കിട്ടാൻ പാടാവും. അതുകൊണ്ട് മടക്കി വെച്ച ബുക്കൊക്കെ നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ എടുത്ത് തുറന്ന് പഠിച്ചു തുടങ്ങുക. തീർച്ചയായിട്ടും തുടർച്ചയായി പരിശ്രമിക്കുന്നവർക്ക് വളരെ ചുരുങ്ങിയ അറ്റംപ്റ്റുകൾക്കുള്ളിൽ തന്നെ നെറ്റ് കിട്ടും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.